നമ്മളെ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെന്നും പറയുന്നത് പോലെ നമുക്ക് 3 ഫാത്തിഹ കൊണ്ട് തുടങ്ങാം. വൈലാ ഹദറത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വഹാദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرتي قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله സ്വീകരിക്കട്ടെ. മുത്തുനബിയുടെ ബറക്കത്ത് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നൽകട്ടെ. മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനരായ CM വലിയുല്ലാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. ഉള്ള മക്കളിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളുടെ ദുസ്വഭാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ, വീട്ടിൽ, കുടുംബത്തിലൊക്കെ അള്ളാഹു സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ ധാരാളം ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. കാരണം പരിശുദ്ധമായ റജബ് മാസം ഷഹ്റു തൗബയാണ്. തൗബ ചെയ്യേണ്ട മാസമാണ്. പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണ്. ബൈൽ സഹീഫതക സൗദാ ഫീ റജബി. മഹാന്മാര് പറഞ്ഞതാണ്, റജബ് മാസത്തിൽ നിന്റെ ഖൽബ് ശുദ്ധിയാക്കണം. ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയണം. അതിനുള്ള മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അതുകൊണ്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده لا شريك له ولا حول ولا قوة إلا بالله. لا إله إلا الله وحده
ലാ ശരീക ലഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാനായ നബി തങ്ങൾ പറയാണ്, വകാനത്ത് ഖതായാഹു മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ നുരയോളം നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. ഈ ദിക്ർ അത്ഭുതമല്ലേ? ഈ ദിക്ർ നമ്മളെ ജീവിതത്തിൽ പതിവാക്കണം. ഇന്ന് എന്നല്ല, നാളെയും മറ്റന്നാൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ ആ സമയത്തൊക്കെ ഈ ദിക്ർ ചെല്ലണം. ഞാനൊന്നുകൂടെ ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകൾ നോക്കാണി. വകാനത്ത് ഖതായാഹു മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു പുറത്തെടുത്തരെ ഈ ദിക്ർ, ഒരൊറ്റ ദിക്ർ കൊണ്ട്. വല്ലാത്ത ദിക്റാണിത്. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ലാ ഹൗല കൂട്ടിച്ചേർത്ത ദിക്റ. ലാ ഹൗല നമുക്കറിയാലോ സ്വർഗത്തിലെ നിധിയാണെന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹുവേ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പുറത്തരണേ. ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയാറുകളാണ്. പൊറുക്കണേ അല്ലാ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ദുനിയാവിൽ വെച്ച് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും നീ ശിക്ഷിക്കല്ല, ആഖിറത്തിൽ ശിക്ഷിക്കല്ല അല്ലാ. തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നീ പാപമോചനം കൊടുക്കുമ്പോ സാധുക്കളായ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ റഹ്മാനെ. നരകമോചനം നൽകണേ അല്ലാ. പരിശുദ്ധമായ റജബ് മാസം നരകമോചനത്തിന്റെ മാസമാണല്ലോ. നരകമോചനം നൽകി സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ, ബന്ധപ്പെട്ടവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ, ഭക്ഷണം തന്നവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാലുള്ള കൂലി എന്താണെന്നറിയോ? നമുക്ക് സ്വർഗത്തില് ഒരു ഈത്തപ്പന മരം ഉണ്ടാക്കുന്ന ഒരു പ്രാവശ്യം ചെല്ലിയ ഒരു ഈത്തപ്പന മരം, 2 പ്രാവശ്യം ചെല്ലിയ 2 ഈത്തപ്പന മരം, കുറെ ചെല്ലിയ. സ്വർഗം വിശാലാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര സ്ഥലമുണ്ട് സ്വർഗത്തില്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കാരണം അള്ളാന്റെ കഴിവ് ചില്ലറയല്ല. അപ്പൊ ഈ ദിക്ർ ആത്മാർത്ഥയോടെ ചൊല്ലിക്കോളും. ദുനിയാവിൽ നമ്മൾക്ക് ഉപകാരമാണ്. തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ദിക്ർ കൊണ്ട് മാറുമെന്ന് മഹാനായ നബി തങ്ങളും ഔലിയാക്കളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ചെല്ലിയാല് നമുക്ക് വല്ലാത്ത ഗുണാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ, ആത്മാർത്ഥയോടെ ചെല്ലണം. പല ഉമ്മമാരും രാവിലെ പല മജ്ലിസുകളിലും കാണുന്നുണ്ടാവും. പല ഉസ്താദുമാരുടെയും സയ്യിദന്മാരുടെയും ഒക്കെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടാവും. അതൊന്നും ഒഴിവാക്കണം. അതിലൊക്കെ പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ചെല്ലുമ്പോൾ നമ്മളെ മജ്ലിസ് അടുക്കളയിൽ വെച്ചും ചെല്ലാലോ. ഫാത്തിമ ബീബി അരിയാട്ടുമ്പോഴും അതുപോലെ തന്നെ മുറ്റടിച്ചു വരുമ്പോഴൊക്കെ ദിക്ർ ചൊല്ലിയിരുന്നു, സലാത്ത് ചൊല്ലിയിരുന്നു. എമ്മക്കും ചെല്ലാലോ. അടിച്ചു വരുമ്പോൾ സലാത്ത് എല്ലാം പാടില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അടുക്കളയിൽ നിന്ന് ദിക്ർ എല്ലാം പാടില്ല, സലാത്ത് എല്ലാം പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരാ അത് പറഞ്ഞത്? എപ്പോഴും അല്ലാഹനെ ഓർക്കണം. അടുക്കളയിൽ കയറുമ്പോൾ അല്ലാഹനെ ഓർക്കണ്ട, അല്ലാത്ത സമയത്ത് അല്ലാഹനെ ഓർക്കണം എന്നല്ല, എപ്പോഴും അല്ലാഹനെ ഓർക്കണം. അല്ലാഹനെ ഓർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, തക്ബീർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഇങ്ങനെ തന്നെ ചൊല്ലണം കേട്ടോ. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, 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 സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി,
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, സ്വർഗം നൽകട്ടെ. സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, സ്വർഗം നമ്മൾക്കൊരു മസ്കനായി സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും പ്രശ്നങ്ങളല്ല. ഉണ്ടോ? സ്വർഗത്തിലെ പ്രത്യേകത എന്താണ്? വല്ലാത്ത പ്രത്യേകതയുള്ള ഒരു ലോകം, വല്ലാത്ത അത്ഭുതങ്ങളുള്ള ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാഹുവേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. സ്വർഗത്തിൽ നമ്മൾ കാണാത്ത പഴങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് തരേ. അല്ലാഹുവേ, അത് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാരോട്, സഹോദരന്മാരോട് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മൾക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളെ മജ്ലിസിൽ പറയും. അപ്പൊ ആ മജ്ലിസിലും നിങ്ങൾ പങ്കെടുത്ത് ആ പഠിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട ദിക്റുകളും സലാത്തുകളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. റസൂലുള്ളാഹി ചെല്ലാൻ പറഞ്ഞ ദിക്റാണ്. അല്ലാഹുവിനെ ഓർക്കാൻ പറ്റിയ ദിക്റാണ്. ഏതാണത്? ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. സാധുക്കളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരന്മാര് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് റബ്ബേ. അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഖൽബ് ശുദ്ധിയാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. സമാധാനം ലഭിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ എപ്പോഴും ചെല്ലുന്ന നമ്മളെ ദിക്റാണ്, പ്രാർത്ഥനയാണ്. ഇത് റജബ് മാസത്തിൽ ധാരാളം നമ്മൾ ചെല്ലണം. ഞാൻ എല്ലാ മജ്ലിസിലും പറയലുണ്ട്, ബറക്കത്ത് അല്ലാഹു നൽകും. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ഞാനോ അതല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളോ മറ്റുള്ള ആളുകളോ ഒന്നും പ്രാർത്ഥിച്ചതല്ല, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചതാണ്. അപ്പൊ അതിന് വലിയ ഫായിദ ഉണ്ടാവും. അത് ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോളിയും, നമ്മുടെ എല്ലാ നാട്ടിലും ബറക്കത്ത് ഉണ്ടാവും. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك لنا في رجب
رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. ഈ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബറക്കത്ത് കോരിച്ചെരിയണേ അല്ലാ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. മക്കൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് കിട്ടുന്ന ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഉപ്പമാർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ധരിക്കുന്ന ഡ്രസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ധരിക്കുന്ന ചെരുപ്പുകളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വാഹനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥലങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നാടുകളിലെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസും പ്രാർത്ഥനയും കാരണമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമുക്ക് ചൊല്ലാം. അത് ശൈത്താനെ തൊട്ട് നമ്മളെ ഏറ്റവും ഭയപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ശൈത്താൻ. നമ്മൾ ഇങ്ങനെ കേടാകാനുള്ള കാരണം ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്ന് നമ്മൾ കാവൽ ചോദിക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് അഊദു ചൊല്ലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 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 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ അഊദിന്റെ ബർക്കത്ത് കൊണ്ട് പിശാചിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. സിഹിറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. കണ്ണേറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മോശമായ പ്രവർത്തനങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ. ഇബ്ലീസിന്റെ കെണിബലകളെ തൊട്ട് ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്, യാ മാലികു യാ അല്ലാഹ്. ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അധികാരങ്ങൾ, സ്ഥാനങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നമ്മളെ കുറ്റം പറഞ്ഞവരൊക്കെ നമ്മളെ ബഹുമാനിക്കും, ആദരിക്കും. അങ്ങനെ ആദരിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് എഴുതി ചെല്ലൊന്നും വേണ്ട. നമ്മളത് ഓട്ടോമാറ്റിക്കായി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും. നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ നമ്മളെ അടുത്തേക്ക് വരും, കാലിന്റെ അടുക്കിലേക്ക് വരും. അത്രയും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്, വളരെ ഫായിദുള്ള, വളരെ ബർക്കത്തുള്ള ഒരു ഇസ്മാണ്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. യാ മാലികു യാ അല്ലാഹ് 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 യാ മാലികു യാ അല്ലാഹ്
യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഞങ്ങളെ തള്ളിപ്പറഞ്ഞവർക്കൊക്കെ ഞങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. കുടുംബക്കാർക്ക് ഞങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും ഞങ്ങളെ തരം താഴ്ത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. സമ്പത്ത് നൽകണേ റഹ്മാനേ. ദുനിയാവ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആഖിറത്തിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് മങ്കൂസ് മൗലൂദിലെ തുടക്കത്തിലെ ബൈത്താണ്. മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് നാട്ടിൽ വല്ലാത്ത പ്രയാസങ്ങളും വല്ലാത്ത മാരകമായ രോഗങ്ങളും ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയ ബൈത്തുകളാണ് മങ്കൂസ് മൗലൂദിനുള്ളത്, മങ്കൂസ് മൗലൂദ് അടക്കം. അതുകൊണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ രോഗങ്ങൾ മാറും, അസുഖങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറുമെന്നുള്ളതാണ്. അള്ളാഹു ചെല്ലാല ഭാഗ്യം നൽകട്ടെ. നിങ്ങൾ എന്റെ കൂടെ ജവാബ് ചെല്ലുക. ഒപ്പം അറി ചെല്ലാൻ കഴിയുന്ന ആളുകളൊക്കെ ഒപ്പം ചെല്ലുകയും ചെയ്യുക. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حولك للعطاس يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي صل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ ബൈത്തുകൾ സ്വലാത്തിൽ പെട്ടതാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മദ്ഹാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, കഷ്ടപ്പാടുകൾ അള്ളാഹു അകറ്റിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അഫ്ളലുൽ ദിക്ർ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 അല്ലാഹുവേ ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ നിന്നിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മനസ്സ് നൽകണേ അല്ലാ. അഹങ്കാരത്തിന് തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി അല്പം സ്വലാത്തിലേക്ക് കടക്കാം. സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹബീബായ തങ്ങളെ മറക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമായ മനുഷ്യന് മുത്തുനബിയെ മറക്കാൻ കഴിയൂല. നമ്മളെ ജീവിതത്തിൽ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാരാ? ഹബീബായ തങ്ങളെയാണ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ ഒരിക്കലും നമ്മൾക്ക് പരിപൂർണ മുഅ്മിനാകാൻ സാധ്യമല്ല. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിൽ പെട്ടതാണ് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മുത്തുനബിയുടെ പേരിലുള്ള സലാത്താണ്. മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി പ്രാർത്ഥനയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബേ, ഞങ്ങളെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം റഹ്മാനെ. അത് കാരണം ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ, പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ ദിക്റുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ദിക്ർ ചൊല്ലി ഞങ്ങളെ ഖൽബ് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബിന് സമാധാനം നൽകണേ അല്ലാഹ്. ഒട്ടനവധി സഹോദരീ സഹോദരന്മാര് പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. വേദനകൾ ശിഫയാക്കണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റൽ കിടക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അവരെ വിഷമത്തിലാക്കല്ല അല്ലാഹ്. പടച്ചവനെ, കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ഉസ്താദേ എന്ന് പറഞ്ഞ പാവപ്പെട്ട ഉമ്മമാരുണ്ട്, പാവപ്പെട്ട ഉപ്പമാരുണ്ട്, പാവപ്പെട്ട സഹോദരിമാരുണ്ട്. റബ്ബേ, അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ. കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ലക്ഷങ്ങളോളം കടമുണ്ട്. 8 ലക്ഷവും 10 ലക്ഷവും 50 ലക്ഷം വരെ കടമുണ്ടെന്ന് പറഞ്ഞ്, കോടികൾ കടമുണ്ടെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ വിഷമത്തിലാക്കല്ല അല്ലാ, അവരെ സങ്കടത്തിലാക്കല്ല അല്ലാ. അതിന് ഞങ്ങളെ ചൊല്ലിയ ദിക്റുകൾ കാരണമാക്കണേ അല്ലാ. ആരീ മജ്ലിസിൽ കടം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുവോ അവരെ സർവ്വ കടങ്ങളും നീ വെട്ടിക്കൊടുക്കണം റഹ്മാനെ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. പട്ടിണിയെ തൊട്ട് കാക്കണേ അല്ലാ. പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് നല്ല വീട് കൊടുക്ക് റഹ്മാനെ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള വഴികൾ തുറക്കണേ റഹ്മാനെ. അടച്ചവനെ, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെയും മക്കളെ കുടുംബങ്ങളെ കാക്കണേ റഹ്മാനെ. വിഷമേൽക്കുവാൻ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ കാത്ത് രക്ഷിക്കണേ അല്ലാ. നിന്റെ ത്വാഅത്തിലാക്കണേ അല്ലാ. നിന്റെ സഹായത്തിലാക്കണേ അല്ലാ. നിന്റെ കാവലിലാക്കണേ അല്ലാ. നിന്റെ സംരക്ഷണത്തിലാക്കല്ലേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാര് മക്കളില്ലാതെ വിഷമിക്കുന്നു. അവർക്ക് നല്ല മക്കളെ കൊടുക്കല്ല, സാലിയായ മക്കളെ കൊടുക്കല്ല. വിവാഹപ്രായമെത്തി കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരുടെ വിവാഹം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ.
തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ഉമ്മമാര് മക്കളെ ദുസ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണം റഹ്മാനെ. സൽസ്വഭാവികളായ മക്കളാക്കണേ അല്ലാ. സ്നേഹിക്കുന്ന ഈമാനുള്ള തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ഐക്യം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. എത്ര ഉമ്മമാരാണ് സങ്കടത്തിലായത്, എത്ര ഉപ്പമാരാണ് സങ്കടത്തിലായത്. അത്തരം മോശമായ സ്വഭാവം കൊടുക്കല്ല അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും വിശ്വാസവും നൽകണേ റഹ്മാനെ. പൈശാചികമായ ശത്രുക്കളെ തൊട്ട് സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. മുത്തുനബി റൗളയിൽ പോയി സലാം പറയാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റസൂലിനെ ഉണർവിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ. മരണപ്പെട്ടു ഖബർ വിശാലമാക്കണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. പടച്ചവനെ, സ്വർഗം നൽകണേ. നരകത്തിനെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ആരാധനകൾ കബൂൽ ചെയ്യണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ദുഃഖങ്ങൾ ദാരിദ്ര്യങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഖുർആനിന്റെ അലങ്കാരം കൊണ്ടവരെ ഖബർ അലങ്കരിക്കണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി തരണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാ. മഹാന്മാരെ ബറക്കത്ത് നൽകണേ അല്ലാ. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാ. സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാരെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകള്, ഞങ്ങളെ ഭാര്യ മക്കള്, അതുപോലെ ഞങ്ങളെ ജ്യേഷ്ഠന്യന്മാര്, അവരെ കുടുംബക്കാര്, പടച്ചവനെ, ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ റഹ്മ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.